നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മീൻ മന്തിയാണ്. നമ്മൾ ചെമ്മീൻ മന്തി ഉണ്ടാക്കിയ പോലെ തന്നെ വളരെ എളുപ്പമാണ് ഇതും ഉണ്ടാക്കാനായിട്ട്. പിന്നെ നല്ല അടിപൊളി രുചിയുമാണ്. മീൻ വിഭവങ്ങൾ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു മന്തി ഉണ്ടാക്കി നോക്കണം. മീൻ ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മന്തിയാണ് കേട്ടോ ഇത്. പിന്നെ ഇതിനു മുമ്പ് നമ്മൾ മീൻ ബിരിയാണി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കണം. മീൻ ബിരിയാണിയുടെ മസാലയൊന്നും ഈ മന്തിക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് കേട്ടോ മീൻ മന്തി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ മന്തി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ട അരി അളന്നെടുത്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വയ്ക്കണം. ഞാനിവിടെ ഏതാണ്ട് 3/4 കിലോളം മന്തി റൈസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ നിറച്ച് അളന്നാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു പാത്രത്തിൽ തന്നെയാണ് നമ്മൾ റൈസ് വേവിക്കാനുള്ള വെള്ളവും അളന്നെടുക്കുന്നത്. അപ്പോൾ ആ റൈസ് നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമുക്കിതൊന്ന് കുതിരാൻ വയ്ക്കണം. പിന്നെ ഏതാണ്ട് 3/4 കിലോളം മീനും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. നമ്മൾ ബിരിയാണി വയ്ക്കാൻ എടുക്കുന്ന മീനൊക്കെ തന്നെ മന്തി വയ്ക്കാനും എടുക്കാം. ഒരു ഇടത്തരം വലിപ്പമുള്ള മീനൊക്കെ ആണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യണമെന്നില്ല. ഒരു മീൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ മന്തി ഉണ്ടാക്കാം. പിന്നെ ആവോലി പോലുള്ള മീനൊക്കെ ആണെങ്കിൽ വലുപ്പം അനുസരിച്ച് 3-4 മീൻ മതിയാകും. നമ്മൾ റൈസ് വേവിക്കുന്ന പോട്ടിൽ തന്നെയാണ് മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ മന്തി മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിനു മുമ്പ് ചിക്കൻ, ബീഫ്, ചെമ്മീൻ മന്തിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ മന്തി മസാല പൗഡർ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇനി റെഡിമെയ്ഡ് മന്തി പൗഡറാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതായാലും മതി. അതാകുമ്പോൾ ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു വലിയ നാരങ്ങയുടെ പകുതി കുരു കളഞ്ഞ് അതിൻ്റെ നീരും പിഴിഞ്ഞതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ നാരങ്ങയാണെങ്കിൽ 1 നാരങ്ങ മുഴുവനും എടുക്കാം. മീനായതുകൊണ്ട് ചെറിയൊരു പുളിപ്പും നമുക്ക് വേണം. പിന്നെ മീൻ നന്നായിട്ട് സോഫ്റ്റ് ആകുകയും ചെയ്യും. ഈ മസാലയെല്ലാം നന്നായിട്ട് മീനിൽ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഉപ്പും പുളിയും പിടിക്കാനായിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റൗ കത്തിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോട്ടൊന്ന് ചുറ്റിക്കാം. ഇപ്പോൾ ഓയിൽ എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി പോട്ടൊന്ന് ചൂടായി വരുമ്പം പതുക്കെ മീനൊന്ന് ഇതുപോലെ ഒന്ന് നീക്കി കൊടുക്കാം. അപ്പം മറിച്ചിടാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. ഇത് നോൺ സ്റ്റിക്ക് പോട്ടല്ല, അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ മറിച്ചിടാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 പീസ് പട്ട, 1 ബേ ലീഫ്, 4-5 ഏലക്ക, 3-4 കറിയാമ്പൂ, കുറച്ച് കുരുമുളക്, പിന്നെ ഒരു പകുതി ഡ്രൈ ലെമനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് നമുക്ക് നിരത്തി കൊടുക്കാം. അപ്പോൾ മീനിൻ്റെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് മസാലയും സവാളയും എല്ലാം നിരത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് നമുക്ക് മീൻ മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മീനെല്ലാം ഉടഞ്ഞു പോകാതെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു വലിയ തക്കാളി നന്നായിട്ട് നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ആക്കണമെന്നില്ല, നന്നായിട്ട് നുറുക്കിയെടുത്താൽ മതി. എന്നിട്ട് എല്ലാം ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനൊരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്ത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഒരു 1/4 ഭാഗത്തോളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് കൊടുത്തേക്കണേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. പിന്നെ ഞാനിടുന്ന പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ റൈസ് വേവിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കണേണ്. അപ്പോൾ നമ്മൾ അരി അളന്ന പാത്രത്തിൽ ഒരു പാത്രം അരിക്ക് നമ്മൾ 1/4 പാത്രം വെള്ളമാണ് തിളപ്പിക്കാൻ വയ്ക്കുന്നത്. ഇപ്പം നമ്മുടെ മീൻ 2 സൈഡും കുക്കായിട്ടുണ്ട്, ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി പോട്ടിലുള്ള ബാക്കി മസാല എല്ലാം 2 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മൾ അധികം മീൻ കഷ്ണങ്ങളിട്ടാണ് മന്തി വയ്ക്കുന്നതെങ്കിൽ 1-2 കഷ്ണങ്ങൾ ഈ മസാലയുടെ ഒപ്പം തന്നെ ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ മീൻ നന്നായിട്ട് വെന്തുടഞ്ഞ് റൈസിൽ മിക്സ് ആകുമ്പം അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് റൈസിലുണ്ടാവും. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ ഇഷ്ടമുള്ളവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത മീൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മീൻ. അതിൻ്റെ ഒരു പീസാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ മീനിന്. അപ്പോൾ ഞാനിവിടെ ഒരൊറ്റ മീനും റൈസിൻ്റെ ഒപ്പം വേവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് പകരം ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നത് മന്തി ക്യൂബാണ്. ഇത് വീട്ടിലുണ്ടാക്കിയ മന്തി ക്യൂബാണ് കേട്ടോ. ആ സ്ക്വയറിലുള്ളത് ബീഫ് ക്യൂബ്സും ഇത് ചിക്കൻ ക്യൂബ്സും ആണ്.
അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോക്കൊപ്പം കൊടുക്കാം, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു ചിക്കൻ ക്യൂബ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹോം മെയ്ഡ് ചിക്കൻ ക്യൂബ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, റെഡിമെയ്ഡ് ചേർത്ത് കൊടുക്കണമെന്നില്ല. പകരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ മീൻ ഒരെണ്ണം റൈസിനൊപ്പം ഇട്ട് വേവിച്ചാൽ മതിയാകും. അത് നിർബന്ധമില്ല, മീൻ അധികം ഉള്ളവർ മാത്രം അങ്ങനെ ഇട്ട് ചെയ്താൽ മതി. ഇതൊന്നും ചെയ്യാതെ തന്നെ ഈ ഒരു മസാലയ്ക്ക് ഒന്നൊന്നര ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇടുമ്പം റൈസിനൊരു പ്രത്യേക സ്വാദായിരിക്കും. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റൈസിന് വെച്ച വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്, അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് വെള്ളത്തിന് കുറച്ച് ഉപ്പ് കൂടുതലുണ്ടായാലേ നമ്മുടെ റൈസിന് ഉപ്പ് പിടിക്കുള്ളൂ. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം, ഒട്ടും കൂടി പോകരുതേ. അപ്പോൾ നമ്മുടെ റൈസ് 1 മണിക്കൂർ കഴിഞ്ഞപ്പം വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ആ റൈസിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ നമുക്ക് അടച്ചു മൂടി വയ്ക്കാം. ഒരുവിധം ഒന്ന് വെള്ളം വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. അപ്പോൾ ഞാനിവിടെ റൈസ് ഈ ഒരു പരുവായപ്പം വെള്ളം കുറച്ച് വറ്റിയപ്പോഴത്തേക്കും ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റൗവിൽ ഫ്ലെയിം ഒരുപാട് എൻ്റെ കുറച്ച് വയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു പഴയ സ്റ്റൗവിലേക്ക് മാറ്റണേന് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സ്റ്റൗ കുറച്ച് വെക്കാൻ പറ്റില്ലെങ്കിൽ ഇരുമ്പിൻ്റെയോ കല്ലിൻ്റെയോ ഇൻഡാലിയത്തിൻ്റെയോ കട്ടിയുള്ള തവ എടുത്ത് വയ്ക്കാം. നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ ചെയ്ത പോലെ അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പോട്ട് എടുത്ത് വെച്ചാൽ മതിയാകുമേ. ഇപ്പോൾ ഇതാ റൈസിലെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മന്തി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും എല്ലാം ഒന്ന് അടിമയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ റൈസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞെട്ടോടുകൂടി 3-4 പച്ചമുളക് ഒന്ന് കുത്തി ഇതുപോലെ വെച്ച് കൊടുക്കണേനെ. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയ മീനൊന്ന് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീനെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വയ്ക്കാം. സ്മോക്കി ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാർക്കോൾ കത്തിച്ച് ഒരു പാത്രത്തിലാക്കിയിട്ട് അല്പം എണ്ണ ഒഴിച്ചിട്ട് വയ്ക്കാവുന്നതാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി, ഞാനത് എന്തായാലും വെക്കുന്നില്ല. അപ്പോൾ മീൻ കുറച്ച് സൈഡിലേക്ക് മാറ്റിയിട്ട് റൈസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ചൂടോടുകൂടി സെർവ് ചെയ്യുകയാണെങ്കിൽ റൈസ് കുറച്ച് വിട്ട് കിട്ടില്ല കേട്ടോ. ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ റൈസ് എല്ലാം നമുക്ക് വിട്ട് തന്നെ കിട്ടും. ഇതിപ്പം ചെറുതായിട്ടൊന്ന് കുഴഞ്ഞായിരിക്കും നമുക്ക് കിട്ടുക. ഇതുപോലെ സൈഡ് ഡിഷായിട്ട് ഗ്രീൻ ചട്നിയോ ടൊമാറ്റോ ചട്നിയോ ഉണ്ടാക്കാം. പിന്നെ കുറച്ച് മധുരവും എരിവൊക്കെ ഉള്ള ചില്ലി ഗാർലിക് മയണൈസും നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പം അല്പം ഒന്ന് ചൂടാറിയപ്പോൾ നന്നായിട്ട് വിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്